ഹലോ ഗൈസ്, വെൽക്കം ടു ടെക്സ്മാറ്റിക്സ് അക്കാഡമി. നമ്മുടെ വീഡിയോ സീരീസിൻ്റെ പാർട്ട് 4 ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 4 നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്ക് എന്ന ടാഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടാഗിൻ്റെയും പ്രോപ്പർട്ടീസിന് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഓരോ ആട്രിബ്യൂട്ട്സിനും അതിൻ്റേതായ വാല്യൂസ് ഉണ്ട്. അപ്പോൾ മാർക്ക് യു എന്ന് പറഞ്ഞ ടാഗ് സ്പേസ് ഡിറക്ഷൻ ഈക്വൽ ടു അപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് യു എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക, മേളിലോട്ടായിരിക്കും സ്ക്രോൾ ആവുക. നമുക്ക് മാർക്ക് യു എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. മാർക്ക് യു ടാഗിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ലെറ്റേഴ്സിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് യു ടാഗ് യൂസ് ചെയ്യുന്നത്. മാർക്ക് യു സ്പേസ് ഡിറക്ഷൻ ഈക്വൽ ടു അപ്പ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ മാർക്ക് യു മേളിലോട്ട് സ്ക്രോൾ ആവും. ഡൗൺ കൊടുക്കുവാണെങ്കിൽ ഡൗണിലോട്ട് സ്ക്രോൾ ആവും. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും വർക്ക് ചെയ്യും. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. മാർക്ക് യു ഡോട്ട് HTML എന്ന് നമ്മൾ സേവ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വ്യൂ ചെയ്യാം. നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത് ഡെസ്ക്ടോപ്പിലാണ്. നമ്മൾ മാർക്ക് യു എന്ന് പറഞ്ഞ് ഇവിടെ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. ബ്രൗസറിൻ്റെ ഐക്കണിലായിരിക്കും ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. വൈ? ബിക്കോസ് നമ്മൾ സേവ് ചെയ്യുന്നത് .html ആയതുകൊണ്ട്. നമ്മൾ സേവ് ചെയ്തപ്പോൾ ടൈറ്റിലിൽ കൊടുത്ത നെയിമാണ് ടെക്സ്റ്റ് മാട്രിക്സ് എന്നും പറഞ്ഞ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചേക്കുന്നത്. നമ്മൾ എവിടെയാണ് ഈ പ്രോഗ്രാം സേവ് ചെയ്തേക്കുന്നത്, എന്ത് നെയിമിലാണ് സേവ് ചെയ്തേക്കുന്നത്, അഡ്രസ് ബാറിൽ ഡിസ്പ്ലേ ചെയ്യിക്കും. നമ്മൾ 4 മാർക്ക് യു ആണ് കൊടുത്തത്. മാർക്ക് യു ഡിറക്ഷൻ ഈക്വൽ ടു അപ്പ് കൊടുത്തു, ഡൗൺ കൊടുത്തു, ലെഫ്റ്റ് കൊടുത്തു, റൈറ്റ് കൊടുത്തു. ഓക്കെ അല്ലേ? ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ലിസ്റ്റ് എന്ന് പറയുന്ന മാർക്ക് യുവിൻ്റെ ടാഗാണ്. ലിസ്റ്റ് ടാഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എലമെൻസിനെ ലിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എലമെൻസിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഓർഡേർഡ് ലിസ്റ്റ്, സെക്കൻഡ് ഉണ്ടെന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ്. ലിസ്റ്റിൽ 2 ടൈപ്സ് ഓഫ് ലിസ്റ്റാണ് വരുന്നത്, ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻസിനെ നമ്പറിങ് ചെയ്യുന്നതിനെയാണ് ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുക. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻസിനെ ബുള്ളറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ യു എൽ എന്ന് വെച്ചാൽ അൺഓർഡേർഡ് ലിസ്റ്റ് സ്പേസ് ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ എന്ന് നമ്മൾ കൊടുക്കുവാണ്. UL സ്പേസ് ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ. എന്നിട്ട് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യേണ്ട എല്ലാ എലമെൻസും LI എന്ന് പറഞ്ഞു കൊടുക്കുക. LIയുടെ സ്പെഷ്യാലിറ്റി ലിസ്റ്റഡ് ഐറ്റം. LI മീൻസ് ലിസ്റ്റഡ് ഐറ്റം. ക്ലോസ് ചെയ്യുമ്പോൾ UL ടാഗ് മാത്രം ക്ലോസ് ചെയ്താൽ മതി. UL എന്ന് പറയുന്നത് HTMLൻ്റെ ടാഗാണ്. ടൈപ്പ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടാണ്. സർക്കിൾ എന്ന് പറയുന്നത് വാല്യൂ ആണ്. ഈ വാല്യൂസ് എപ്പോൾ നമ്മൾ കൊടുക്കുന്നോ അപ്പോഴൊക്കെയും വിത്തിൻ ഡബിൾ കോഡ്സ് ആണ് കൊടുക്കുക. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. നമ്മൾ UL കൊടുത്തു, ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ കൊടുത്തു. ഇനി നമുക്ക് ഔട്ട്പുട്ട് വ്യൂ ചെയ്യാം. ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്തു. എന്നിട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ UL ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ എന്ന് കൊടുത്തത് കൊണ്ടാണ് സർക്കിളായിട്ട് ഔട്ട്പുട്ട് ലിസ്റ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. സർക്കിൾ നമ്മൾ മാറ്റി ഡിസ്ക് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. നമ്മൾ UL ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ എന്ന് കൊടുത്തു, അതുപോലെ UL ടൈപ്പ് ഈക്വൽ ടു ഡിസ്ക് എന്ന് കൊടുത്തു. ഡിസ്ക് എന്ന് കൊടുക്കുമ്പോൾ എന്താ ഔട്ട്പുട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ ഔട്ട്പുട്ട് സ്ക്രീൻ എടുത്തിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കുക. സോ ഔട്ട്പുട്ട് ബുള്ളറ്റ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് സ്ക്വയർ ട്രൈ ചെയ്ത് നോക്കാം. സ്ക്വയർ എന്ന് കൊടുക്കുവാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. സ്ക്വയർ എന്ന് കൊടുത്തു, UL സ്പേസ് ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ, ഫയൽ സേവ്. സോ ഔട്ട്പുട്ട് സ്ക്രീനിൽ സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്. കണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് UL മാറ്റിയിട്ട് ആ സെയിം പ്രോഗ്രാമിൽ നമുക്ക് OL ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. OLൻ്റെ ഫുൾ ഫോം ഓർഡേർഡ് ലിസ്റ്റ് എന്നാണ്. സോ OL ടാഗ് കൊടുക്കുക, ക്ലോസ് ചെയ്യുമ്പോഴും OL ടാഗ് കൊടുക്കുക, ഫയൽ സേവ്. OLൻ്റെ ഫുൾ ഫോം ഓർഡേർഡ് ലിസ്റ്റാണ്. നമ്പറിങ് ചെയ്യാനായിട്ടാണ് നമ്മൾ OL ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്പറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഐറ്റംസ് ആണോ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി ആ എലമെൻസിന് നമ്പേഴ്സ് വരും. അപ്പോൾ ഇപ്പോൾ 1 2 3 ആണ് വന്നേക്കുന്നത്. നമുക്ക് 1 2 3 എന്ന് ബൈ ഡീഫോൾട്ട് 1 2 3 ആയതുകൊണ്ടാണ് 1 2 3 വന്നത്. നമ്മളിപ്പോൾ A എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ABC ആയിരിക്കും വരിക. ഇപ്പോൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ ABC ആണ് വന്നിട്ടുള്ളത്. OL ടൈപ്പ് ഈക്വൽ ടു നമ്മൾ A എന്നാണ് കൊടുത്തേക്കുന്നത്. ഇനി ക്യാപിറ്റൽ ലെറ്റർ A ആണ് കൊടുക്കുന്നതെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ A കൊടുക്കുക, സേവ് ചെയ്യുക, ഔട്ട്പുട്ട് എടുത്ത് റീഫ്രഷ് ചെയ്ത് നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ ABC ആയിരിക്കും വന്നേക്കുന്നത്.
ഇനി നമുക്ക് ക്യാപിറ്റൽ എ മാറ്റിയിട്ട് നമുക്ക് ക്യാപിറ്റൽ ഐ ട്രൈ ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ ഐ കൊടുത്തു, സേവ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് റോമൻ ലെറ്റേഴ്സാണ് വന്നേക്കുന്നത്. ഇനി സ്മോൾ ലെറ്റർ ഐ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഔട്ട്പുട്ടിൽ എന്താ വന്നേക്കുന്നത്. ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്മോൾ ലെറ്റർ റോമൻ ലെറ്റേഴ്സാണ് വന്നേക്കുന്നത് 1, 2, 3. അപ്പോൾ ലിസ്റ്റിൽ 2 ടൈപ്സ് ഓഫ് ലിസ്റ്റാണ് വരുന്നത്, ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും. ഓർഡേർഡ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് OL ടാഗാണ്. അൺഓർഡേർഡ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് UL ടാഗാണ്. OL എന്ന് വെച്ചാൽ നമ്പറിങ്ങും UL എന്ന് വെച്ചാൽ ബുള്ളറ്റ്സും ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും.